അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹിതരെ, സുംബുലയിലേക്ക് സ്വാഗതം. ജയിക്കാനാണ് ജനിച്ചത്. മോനൊരിക്കൽ ഒരു സംശയം. എങ്ങനെ ജീവിക്കണം? പ്രിയപുത്രന്റെ സംശയ നിവാരണത്തിന് വേണ്ടി ആ പിതാവ് ഒരു ഗുരുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. തന്റെ ശ്രമങ്ങൾക്കൊടുവിൽ ആ കുഞ്ഞുമോൻ അല്ലെങ്കിൽ ആ യുവാവ് ഗുരുസന്നിധിയിലെത്തി. സ്നേഹോഷ്മളമായി സ്വീകരിച്ച ഗുരു ഒരു സ്പൂൺ തേൻ അവന് നൽകി. തേൻ കുടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഗുരു പറഞ്ഞു, ഇത് കുടിക്കാനുള്ളതല്ല. ഈ തേനുമായി ഈ കൊട്ടാരം ചുറ്റും സഞ്ചരിച്ചു വാ. പക്ഷേ സ്പൂണിൽ നിന്ന് ഒരു തുള്ളി തേനും തെന്നി വീഴരുത്. ഏതാനും ഗുരുവിന്റെ നിർദ്ദേശം ശിരസാവഹിച്ച ആ യുവാവ് കൊട്ടാരം മുഴുക്കെ ചുറ്റി ഗുരുവിന്റെ തിരുസന്നിധിയിൽ തന്റെ ലക്ഷ്യ സാക്ഷാത്കാര നിർവൃതിയിൽ ചമ്രം പടിഞ്ഞിരുന്നു. ഗുരു ചോദിച്ചു, മോനെ, കൊട്ടാരത്തിലെ കരകൗശല വസ്തുക്കൾ നിന്നെ അത്ഭുതപ്പെടുത്തിയോ? ഗുരു, എൻ്റെ ശ്രദ്ധയിൽ അതൊന്നും പെട്ടില്ലല്ലോ. എങ്കിൽ പോട്ടെ, കൊട്ടാരമുറ്റത്തെ നീന്തൽക്കുളത്തെക്കുറിച്ച് നിനക്കെന്തു തോന്നി? പ്രിയ ഗുരു, അതും ഞാൻ കണ്ടില്ലല്ലോ. എങ്കിൽ ഈ കൊട്ടാരത്തിന് ചുറ്റും പ്രവിശാലമായി പരന്ന് കിടക്കുന്ന പൂന്തോപ്പ്, അതിമനോഹരമായ പൂന്തോപ്പിനെ കുറിച്ച് നിനക്കെന്തു തോന്നി? ഗുരു, ഞാനതൊന്നും കണ്ടില്ലല്ലോ. സ്പൂണിലെ തേനിലായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ. ഗുരു അടുത്തൊരു ഉപദേശം നൽകി. എങ്കിൽ നീ ഇതെല്ലാം ആസ്വദിച്ചും കണ്ടും ഒരു വട്ടം കൂടി ഈ കൊട്ടാരം ചുറ്റി വരൂ. ഗുരുവിൻ്റെ രണ്ടാം നിർദ്ദേശം ശിരസേറ്റിയ യുവാവ് കൊട്ടാരം വീണ്ടും ചുറ്റി. ആ ചുറ്റുന്നിടയിൽ കൊട്ടാരത്തിന്റെ ഉള്ളിലെ കരകൗശല വസ്തുക്കൾ അവൻ ആവോളം ആസ്വദിച്ചു. കൊട്ടാരമുറ്റത്തെ നീന്തൽക്കുളം അവൻ കണ്ടു നിന്നു. കൊട്ടാര ചുറ്റുമുണ്ടായിരുന്ന പൂന്തോപ്പ് ആവോളം ആസ്വദിച്ചു. ഗുരുസന്നിധിയിലെത്തി. ഗുരു ചോദിച്ചു, സ്പൂണിലെ തേനെവിടെ? അപ്പോഴാണ് അവൻ സ്പൂണ് തന്നെ ശ്രദ്ധിക്കുന്നത്. ഗുരു ഇതെല്ലാം ശ്രദ്ധിക്കുന്നതിനിടയിൽ, ആസ്വദിക്കുന്നതിനിടയിൽ അതെല്ലാം തെന്നിപ്പോയല്ലോ. ഗുരു പറഞ്ഞു, മോനെ, ഇതാണ് ജീവിതം. നാം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുകയും ആസ്വദിക്കേണ്ടത് ആസ്വദിക്കുകയും ചെയ്യണം. ഒന്ന് മറ്റൊന്നിന് തടസ്സമാകരുത്. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരത്തിനിടയിൽ ജീവിക്കാൻ മറന്നു പോകരുത് എന്ന് ചുരുക്കം.